ശുദ്ധജല മത്സ്യകൃഷിയിലൂടെ വിജയഗാഥ രചിക്കുന്ന ഒരു കർഷക കൂട്ടായ്മയുടെ വിശേഷങ്ങളിലേക്കാണ് സമീർ സി മുഹമ്മദ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കോഴിക്കോട് പെരുവണ്ണാമൂഴി സ്വദേശികളുടെ നേതൃത്വത്തിലുള്ള ഈ സഹകരണ സംഘം കൂട് മത്സ്യകൃഷിയിലൂടെ നേടുന്നത് ലക്ഷങ്ങളുടെ വരുമാനമാണ്. കാണാം സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. പിടയ്ക്കുന്ന മീനുകൾ. ഒരു തൊഴിൽ എന്നതിനപ്പുറം നല്ല വരുമാന മാർഗമാണ് കൂട് മത്സ്യകൃഷി. തനിച്ചും കൂട്ടായും ചെയ്യാവുന്ന കൃഷിരീതി. പെരുവണ്ണാമൂഴി സഹകരണ സംഘത്തിന്റെ കൂട് മത്സ്യകൃഷിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ പദ്ധതി പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. ചക്കിട്ടപ്പാറ പഞ്ചായത്തിലാണ് ഈ മത്സ്യകൃഷി. പരുത്തിപ്പാറ എർത്ത് ഡാം റോഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ആ മത്സ്യകൃഷി നടത്തുന്ന ഇടം കാണാം. എനിക്ക് പിറകിലായി കാണുന്ന ഇടം, ആ കൂടുകൾ നമുക്ക് അരികിലായി കാണാവുന്നതാണ്. നമുക്ക് ആ കൂടുകളിലേക്ക് പോകാം. കുറ്റ്യാടി ഡാമിൻ്റെ റിസർവോയറിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഇവിടെ പ്രത്യേകം കൂടുകൾ ഒരുക്കിയിട്ടുണ്ട്. 10 യൂണിറ്റുകളിലായി 100 കൂടുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു കൂടിൽ തന്നെ 3000-ഓളം കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയും. ഇതാണ് ഒരു കൂട്. ഇങ്ങനത്തെ 100 കുളങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു കുളത്തിൽ 3000 കുഞ്ഞുങ്ങളെ വളർത്താം. അങ്ങനെ 100 കുളങ്ങളിലായി 3 ലക്ഷം കുഞ്ഞുങ്ങളെയാണ് ഇവിടെ ഒരേ സമയത്ത് വളർത്തിയെടുക്കുന്നത്. ഫെബ്രുവരിയിൽ ആരംഭിച്ച കൂടുകളിലെ മത്സ്യകൃഷി വിജയകരമായി മുന്നോട്ടു പോകുന്നു. കേന്ദ്ര സർക്കാരിന്റെ 60%, സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ 40% ഫണ്ടും ഉപയോഗിച്ചാണ് പെരുവണ്ണാമൂഴിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. 4.16 കോടി രൂപ ചെലവിൽ ആരംഭിച്ച പദ്ധതിയിൽ 100 ഗുണഭോക്താക്കളുണ്ട്. പെരുവണ്ണാമൂഴി മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം ഡയറക്ടർ PC സുരാജന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ. ഗിഫ്റ്റ് തിലാപ്പിയ, വാള എന്നീ മത്സ്യങ്ങൾ കൂടിയ അളവിലും വരാൽ, അനാബസ് എന്നിവ ചെറിയ രീതിയിലും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. PMMS എന്നൊരു പദ്ധതിയിലാണ് 4,16,00,000 രൂപ ചെലവിലാണ് ഈ പദ്ധതി ഇവിടെ വരുന്നത്. സംഘം ഭരണസമിതിയും അഡാക്കും ചേർന്നാണ് ഈ പദ്ധതി നടത്തുന്നത്. ശുദ്ധജല മത്സ്യം യാതൊരു തരത്തിലുള്ള ഫ്രീസ് ചെയ്യുകയോ ഐസ് ഇടുകയോ കെമിക്കലൊന്നും ചേർക്കാതെ ഏറ്റവും നല്ല മത്സ്യം ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ജീവനോടെ മത്സ്യത്തിച്ച് ജീവനോടെ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നന്നായിട്ട് കച്ചവടമുണ്ട്, ആളുകൾ നന്നായി മീൻ വാങ്ങുന്നുണ്ട്. ഈ SC ST വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അത്രയും കുടുംബങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നുള്ളത് ഈ പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മത്സ്യക്കുഞ്ഞുങ്ങൾ ഇവിടെ തന്നെ കല്ലാനോട് മത്സ്യവിത്ത് ഉൽപ്പാദന കേന്ദ്രമുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അവിടെ നിന്നാണ് നമുക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ അവരോടാണ് വാങ്ങുക. ശുദ്ധജല മത്സ്യങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചളിച്ചവ ഉണ്ടാകുന്നതാണ് കുളങ്ങൾ വളർത്തുന്ന മത്സ്യങ്ങൾ. ഇവിടെ നമ്മൾ ഒരു 10-20 മീറ്റർ ആഴമുള്ള ഭാഗത്താണ് മത്സ്യം വളർത്തുന്നത്. അതിൻ്റെ ഏറ്റവും ഉപരിതലത്തിലുള്ള 4 മീറ്ററിലാണ് നമ്മളെ മത്സ്യം വളരുന്നത്. അതുകൊണ്ട് ചളിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഗിഫ്റ്റ് തിലാപ്പിയ 6 മാസം പ്രായമായിട്ടുണ്ട്. വിളവെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഏകദേശം 1 കിലോയാണ് ഇതിൻ്റെ തൂക്കം വരുന്നത്. വാളയാണ്. 4 മാസം പ്രായമായിട്ടുള്ള വാളയാണ്. 2 മാസം കൂടെ കഴിഞ്ഞാൽ ഇത് വിളവെടുക്കാനായി. ശാസ്ത്രീയമായ രീതിയിൽ പരിചരിക്കുന്നതിനാൽ നല്ല വിളവ് ലഭിക്കുന്നുണ്ടെന്ന് ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ ടെക്നിക്കൽ മാനേജർ ശ്രീനന്ദ വത്സൻ പറഞ്ഞു. ആദ്യം നമ്മൾ സീഡ് കൊണ്ടുവരും. അപ്പോൾ സീഡിനെ നമ്മൾ ഫസ്റ്റ് ഹാപ്പിലാണ് സൂക്ഷിക്കുന്നത്. കാരണം അത്രയും കുഞ്ഞുങ്ങളായിരിക്കും. അപ്പം കാരണം ഒഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഹാപ്പയിൽ സൂക്ഷിച്ചിട്ട് ഒരു 1 വീക്ക് നമ്മൾ ഹാപ്പയിൽ സൂക്ഷിച്ചിട്ട് 0.5 ഫീഡ് കൊടുക്കും. വളരെ ചെറിയ ഇതായിട്ടുള്ള ഫീഡ് കൊടുക്കും. അതിനുശേഷം പിന്നെ നമ്മളതിനെ 10 mm ഇതിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 0.8 കൊടുക്കും, ദെൻ 1.2. അതിനുശേഷം നമ്മൾ അതിനെ 20 മാറ്റും, 20 mm മാറ്റും. അത് കഴിഞ്ഞ് 40. ഏറ്റവും വലുത് നമ്മൾ 40 എന്നിങ്ങനെ ഫീഡിങ് മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. പെല്ലറ്റ് ഫീഡ് മാത്രം കൊടുത്ത് വളർത്തുന്ന ഒരു ഫിഷാണ്. വേറെ യാതൊരു വിധ ഫീഡ് നമ്മൾ അതിന് കൊടുക്കുന്നില്ല.
ദൂരെ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഗിഫ്റ്റ് പോലത്തെ ഐറ്റംസ് വളരെയധികം ടേസ്റ്റ് ഉള്ള ഒരു മീനാണ്. അപ്പം അങ്ങനത്തെ മീനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാർ ദൂരെ നിന്നും വരുന്നുണ്ട്. അപ്പം ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് ആൾക്കാരിൽ പിന്നെ നമ്മുടെ കടൽ മീനുകളുടെ വില കൂടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം കൂടിയ സമയത്ത് നമുക്ക് ഇവിടുത്തെ ഫിഷിനാണ് ഈ ഏരിയയിലുള്ള ആൾക്കാർ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നല്ല തിരക്ക് തന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ ട്രോൾ ബാൻ്റെ പീരീഡിൽ നമുക്കിവിടെ നല്ലൊരു കച്ചവടം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. വർഷത്തിൽ 20 മുതൽ 25 ടൺ വരെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കിലോയ്ക്ക് 200 രൂപയാണ് ഈടാക്കുന്നത്. വിവാഹം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് ഉയർന്ന അളവിൽ ഓർഡർ വരുന്നതും ഈ സംരംഭത്തിന് മുതൽക്കൂട്ടാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായവും നല്ല കെട്ടുറപ്പുള്ള കൂട്ടായ്മയും നല്ലൊരു മാതൃക തീർക്കുകയാണ് ഈ സഹകരണ സംഘം. ഉൽപ്പാദനം ഇരട്ടിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ. ഒപ്പം ആവശ്യക്കാർക്ക് ഇവിടെ തന്നെ മത്സ്യവിഭവങ്ങൾ പാചകം ചെയ്ത് കഴിക്കാനുള്ള സംവിധാനവും ഒരുക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനും സുമേഷിനുമൊപ്പം സമീർ സി മുഹമ്മദ്, 24. അപ്പോൾ രുചിയേറിയ വിഷമില്ലാത്ത മീൻ കിട്ടാൻ പെരുവണ്ണാമൂഴിലേക്ക് വെച്ച് പിടിക്കുക.